സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നടന്നു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും രാവിലെ 10-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചു. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-ക്കാണ് സത്യപ്രതിജ്ഞ. ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാരും മറ്റിടങ്ങളിൽ അതത് വരണാധികാരികൾക്കുമാണ് ചുമതല. ആദ്യ ഭരണസമിതി യോഗവും നടക്കുകയാണ്. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചതിനാലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ നടത്തിയത്. മലപ്പുറത്തെ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ കാലാവധി അവസാനിക്കാത്തതിനാൽ ഡിസംബർ 22-നും അതിനുശേഷവുമാണ് സത്യപ്രതിജ്ഞ. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-നും നടക്കും. ചാവക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി LDF അംഗങ്ങൾ KP വത്സലൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോട്ടപ്പുറം സെന്ററിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA പുഷ്പചക്രം സമർപ്പിച്ചു. ഏരിയ അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത്, KK മുബാറക്, മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KH സലാം, KM അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 19 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജിൽ P വേണുഗോപാൽ, മുതിർന്ന അംഗമായ AS ചന്ദ്രന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. 11 പേർ ദൈവനാമത്തിലും 8 പേർ ദൃഢപ്രതിജ്ഞയുമാണ് എടുത്തത്. തുടർന്ന് AS ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഭരണസമിതിയിൽ 9 LDF അംഗങ്ങളും 9 UDF അംഗങ്ങളും ഒരു BJP അംഗവുമാണുള്ളത്. വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന 1-ാം കേരള സ്റ്റേറ്റ് വെറ്ററൻസ് അത്ലറ്റിക്സ് മെഗാ ചാമ്പ്യൻഷിപ്പ് 2025-ന്റെ ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് അത്ലറ്റിക് ഗ്രൗണ്ടിലാണ് മീറ്റ് നടക്കുന്നത്. സ്വർഗീയ ശ്രീദേവി നഗറിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. VAF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് V ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KGS കുമാർ, VAFI പ്രസിഡന്റ് ഡോക്ടർ രംഗനാഥ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ, ദയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് MD VK അബ്ദുൾ അസീസ്, ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡ് DGM MP ശ്രീകുമാർ, അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 30 വയസ്സിനും 100 വയസ്സിനും ഇടയിലുള്ള 500ഓളം പുരുഷ വനിത കായിക താരമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മന്തിട്ട യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴുന്നാന LH ഹാളിൽ ഒരുക്കിയ സിന്ധു മണികണ്ഠൻ നഗറിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി BG ജോൺസൺ വാർഷിക റിപ്പോർട്ടും, ട്രഷറർ വിജയശ്രീ സേതുമാധവൻ വരവ് ചെലവ് കണക്കുകളും, ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ, യൂണിറ്റ് അംഗങ്ങളായ സാബിറ, ആരിഫ, നിത്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചെമ്മന്തിട്ടയിൽ സംഘടനാ യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന മുൻ യൂണിറ്റ് സെക്രട്ടറി ഡേസി ജോയിയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ഡേസി ജോയ് ആദരവിന് നന്ദി പറഞ്ഞു. ചരമം. കടപ്പുറം തൊട്ടാപ്പ് പുളിഞ്ചോടിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ പുതുശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തും. അഭിമന്യു, വത്സൻ, രമ, രതി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.